KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ അടച്ചുപൂട്ടി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഫാർമസി. നഗരത്തിലെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളും അടയ്ക്കുന്നതോടെ രാത്രികാലത്ത് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ദുരിതം. കാസർഗോഡിനെ കലാപഭൂമിയാക്കരുത് എന്ന സന്ദേശമുയർത്തി ഡിവൈഎഫ്ഐയുടെ യുവജന പരേഡ്. മധൂർ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പരേഡ് തളങ്കര മാലിക് ദിനാറിൽ സമാപിച്ചു. വർഗീയതയ്ക്കെതിരെ അതിശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ. അന്തരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ സ്മരണയ്ക്കായി മാധ്യമ അവാർഡ് ഏർപ്പെടുത്തുന്നു. മികച്ച ന്യൂസ് സ്റ്റോറിക്കും പരിസ്ഥിതി ഫീച്ചറിനുമുള്ള അവാർഡിനായുള്ള എൻട്രികൾ ക്ഷണിച്ചു തുടങ്ങി. ഇന്റർസിറ്റിക്കും ഏറനാടിനുമിടയിൽ പുതിയ വണ്ടി അനുവദിക്കണമെന്ന് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. പാലക്കാട് DRMന് നൽകിയ നിവേദനത്തിലാണ് അസോസിയേഷന്റെ ഈ ആവശ്യം. വർഗീയതയ്ക്കെതിരെ നാടുണർത്തുക, ഭരണതകർച്ചയ്ക്കെതിരെ മനസ്സുണർത്തുക എന്ന മുദ്രാവാക്യവുമായി ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന് മെയ് 1 തുടക്കമാകും. ജാഥയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഫാർമസി രാത്രികാലങ്ങളിൽ പ്രവർത്തനരഹിതം. രാത്രിയിൽ നഗരത്തിലെ സ്വകാര്യ ഫാർമസികളും അടയ്ക്കുന്നതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ രാത്രികാലങ്ങളിൽ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഫാർമസി. രാത്രികാലങ്ങളിൽ ചികിത്സക്കായി എത്തുന്നവർക്ക് മരുന്നിനായി ഏറെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. നിലവിൽ ആശുപത്രിയിലെ ഫാർമസി രാത്രി 8 മണിക്ക് അടക്കുകയും രാവിലെ 8 മണിക്ക് തുറക്കുകയുമാണ് പതിവ്. 10 മണിയായാൽ നഗരത്തിലെ സ്വകാര്യ ഫാർമസികളും അടച്ചു തുടങ്ങും. ഇതോടെ രാത്രികാലങ്ങളിൽ ചികിത്സയ്ക്കെത്തി മരുന്ന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് രോഗികൾ. PSC മുഖേന സ്റ്റോർ കീപ്പർ അടക്കം 6 ജീവനക്കാരെയാണ് നിയമിച്ചിരുന്നത്. എന്നാൽ നിലവിൽ 4 പേരുടെ സേവനം മാത്രമാണ് ലഭ്യം. മുൻകാലങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചായിരുന്നു ഫാർമസി 24 മണിക്കൂറും പ്രവർത്തിച്ചത്. എന്നാൽ 6 മാസത്തേക്ക് നിയമിച്ച 4 താൽക്കാലിക ജീവനക്കാരിൽ 3 പേർ കാലാവധി അവസാനിച്ച് പിരിഞ്ഞുപോയതോടെയാണ് ഫാർമസിയുടെ പ്രവർത്തനം താളം തെറ്റിയത്. കാലാവധി കഴിഞ്ഞു പിരിഞ്ഞുപോയവർക്ക് ജോലി നീട്ടി നൽകാനോ പകരം ജീവനക്കാരെ നിയമിക്കാനോ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. ഇതോടെ ഏറെ പ്രതിസന്ധിയിലാണ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ. ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നില്ല എന്ന പരാതിയും നാളുകളായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആശുപത്രിയിൽ ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള നടപടികളും ഇതുവരെയും അധികൃതർ കൈക്കൊണ്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡിനെ കലാപഭൂമിയാക്കരുത് എന്ന സന്ദേശമുയർത്തി ജനങ്ങൾക്ക് സമാധാനവും സംരക്ഷണവും വാഗ്ദാനം ചെയ്ത് ഡിവൈഎഫ്ഐയുടെ യുവജന പരേഡ്. കാസർഗോഡ് മധൂർ മുതൽ തളങ്കര മാലിക് ദിനാർ വരെ സംഘടിപ്പിച്ച യുവജന പരേഡിൽ 1000-ഓളം വൈറ്റ് വോളണ്ടിയർമാർ അണിനിരന്നു. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സെക്യുലർ സദസ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിനെ കലാപഭൂമിയാക്കരുത് എന്ന സന്ദേശവുമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മധൂർ മുതൽ തളങ്കര മാലിക് ദിനാർ വരെ യുവജന പരേഡ് സംഘടിപ്പിച്ചത്. മധൂർ ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച പരിപാടി P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷമുണ്ട്, ആ ഭൂരിപക്ഷത്തിൻ്റെതല്ല, ന്യൂനപക്ഷമുണ്ട്, ന്യൂനപക്ഷത്തിൻ്റെതല്ല. ഇവരുടെ എല്ലാം തന്നെ ഇന്ത്യക്കാരുടെയും ഇന്ത്യക്കാരല്ലാത്തവരുടേതുമായ സംഭാവന. അതാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് കരുത്തും ശക്തിയും പകർന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ 2-3 വർഷമായി അല്ലെങ്കിൽ ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം കാത്തുരക്ഷിച്ച ദേശീയത തകർക്കുന്ന നിലയിലേക്ക് എത്തുകയാണ്. മതേതരത്വവും മതസൗഹാർദ്ദവും തകർക്കുന്ന നിലയിലേക്ക് എത്തുകയാണ്. ആയിരം വൈറ്റ് വോളണ്ടിയർമാർ അണിനിരന്ന പരേഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരം തായലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വഴി പര്യടനം നടത്തി. യുവജന പരേഡ് തളങ്കര മാലിക് ദിനാർ ജുമാ മസ്ജിദ് പരിസരത്ത് സമാപിച്ചു. കാസർകോട്ടെ സമാധാന ജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികളെന്നും നിരപരാധികളാണ് ഇതിന് ഇരയാകുന്നതെന്നും ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മദ്രസാധ്യാപകൻ റിയാസ് മൗലവിയുടെ കൊലപാതകമെന്നും നേതാക്കൾ ആരോപിച്ചു. തുടർന്ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സെക്യുലർ സദസ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സംഘടിപ്പിക്കുന്നത് സെക്യുലർ സദസ്സാണ്.
സെക്കുലർ എന്ന വാക്ക് ആധുനിക ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർത്ഥപൂർണമായ ഒരു വാക്കാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള വിശേഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെക്കുലർ. സെക്കുലർ എന്ന വാക്കിനെ പലരും പല വിധത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായ അർത്ഥം സെക്കുലർ എന്ന വാക്ക് രാഷ്ട്രസങ്കല്പം എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. സെക്കുലർ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. സെക്കുലർ രാഷ്ട്രം, ആ വാക്കിന്റെ അർത്ഥം രാഷ്ട്രത്തിന് മതമില്ല എന്ന് തന്നെയാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി മീഡിയ അവാർഡ് നൽകുന്നു. ഇതിനായുള്ള എൻട്രികൾ ക്ഷണിച്ചു തുടങ്ങി. പരിസ്ഥിതി സംബന്ധമായ മികച്ച ഫീച്ചറും ന്യൂസ് സ്റ്റോറിയുമാണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനും സ്കിന്നേഴ്സ് കാസർഗോഡ് പ്രസിഡന്റുമായിരുന്ന NH അൻവറിന്റെ സ്മരണയ്ക്കായി COA ജില്ലാ കമ്മിറ്റിയും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഒരു വട്ടം കൂടിയും സ്കിന്നേഴ്സ് കാസർഗോഡും സംയുക്തമായാണ് NH അൻവർ സ്മാരക മീഡിയ അവാർഡ് ഏർപ്പെടുത്തുന്നത്. കാസർഗോഡ് ജില്ലയിലെ മികച്ച ഒരു പത്രപ്രവർത്തകനും ചാനൽ റിപ്പോർട്ടർക്കുമാണ് അവാർഡ്. അവാർഡിനുള്ള എൻട്രികൾ ക്ഷണിച്ചതായി പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. അകാലത്തിൽ പൊരിഞ്ഞുപോയ NH അൻവറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളായിരുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും സ്കിന്നേഴ്സ് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി എന്നിവയുടെ എല്ലാം നേതൃത്വത്തിൽ മെയ് മാസം 7-ാം തീയതി അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി പരിസ്ഥിതി മേഖലയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവരെ ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ഈ മാർച്ച് 31 വരെ മികച്ച നിലയിൽ ദൃശ്യമാധ്യമ രംഗത്തും അച്ചടി മാധ്യമ രംഗത്തും ഏറ്റവും നല്ല പരിസ്ഥിതി റിപ്പോർട്ട് തയ്യാറാക്കിയ ലേഖകനാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. മെയ് മാസം 7-ാം തീയതി നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ ഈ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 2016 ഏപ്രിൽ 1 മുതൽ 2017 മാർച്ച് 1 വരെയുള്ള കാലയളവിൽ മലയാള ടെലിവിഷൻ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യുകയും മലയാള ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത പരിസ്ഥിതി സംബന്ധമായ മികച്ച ഫീച്ചറും ന്യൂസ് സ്റ്റോറിയുമാണ് അവാർഡിന് പരിഗണിക്കുക. ചാനൽ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരത്തിന് 2 മിനിറ്റ് ദൈർഘ്യമുള്ള വിഷ്വലും, പത്രപ്രവർത്തകനുള്ള പുരസ്കാരത്തിന് പത്രത്തിന്റെ 2 ഒറിജിനൽ കോപ്പിയും 3 പകർപ്പുകളും സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം സഹിതം അയക്കണം. പുരസ്കാരങ്ങൾ NH അൻവറിന്റെ 1-ാം വാർഷിക ദിനമായ മെയ് 7-ന് കാസർഗോട്ട് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ സമ്മാനിക്കും. അതേസമയം NH അൻവറിന്റെ പേരിൽ സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് മെയ് 8-ന് എറണാകുളത്ത് നടക്കുന്ന അൻവർ അനുസ്മരണ ചടങ്ങിൽ വിതരണം ചെയ്യും. ഇന്റർസിറ്റിക്കും ഏറനാടിനുമിടയിൽ പുതിയ വണ്ടി അനുവദിക്കണമെന്ന് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. ഷൊർണൂർ മുതൽ മംഗലാപുരം വരെയുള്ള വൈദ്യുതീകരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് DRMന് നൽകിയ നിവേദനത്തിൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഇത്തരമൊരാവശ്യം ഉന്നയിച്ചത്. ഷൊർണൂർ മുതൽ മംഗലാപുരം വരെയുള്ള വൈദ്യുതീകരണം പൂർത്തിയായ സാഹചര്യത്തിൽ രാവിലെ 9:40-ന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ഇന്റർസിറ്റിക്കും ഏറനാട് എക്സ്പ്രസിനുമിടയിൽ ഒരു ഇലക്ട്രിക് ട്രെയിൻ ഓടിക്കണമെന്ന് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും റെയിൽവേ അഡ്വൈസറി കമ്മിറ്റി അംഗവുമായ R. പ്രശാന്ത് കുമാർ പാലക്കാട് DRMന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പുതുതായി ആരംഭിച്ച കുടാല എക്സ്പ്രസ് കോഴിക്കോട് വരെ നീട്ടണമെന്നും ഇപ്പോൾ കണ്ണൂരിൽ നിന്നും മംഗലാപുരം അരസിക്കര റൂട്ടിൽ പോകുന്ന വണ്ടി പുതിയ പാതയായ ശ്രാവണ ബലഗോള വഴി ഓടിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആ വണ്ടി കോഴിക്കോട് നിന്നും പുതിയ വണ്ടിയായി ആരംഭിച്ചാൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കും. കാസർഗോഡ് ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളുടെയും വികസനം ത്വരിതപ്പെടുത്തണമെന്നും ന്യായമായ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്നും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ നാടുണർത്തുക, ഭരണതകർച്ചയ്ക്കെതിരെ മനസ്സുണർത്തുക എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ച് മെയ് 1-ന് കാസർഗോഡ് ബദിയടുക്കയിൽ ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ മെയ് 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരെ നാടുണർത്തുക, ഭരണതകർച്ചയ്ക്കെതിരെ മനസ്സുണർത്തുക എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ച് മെയ് 1-ന് കാസർഗോഡ് ബദിയടുക്കയിൽ നിന്നും ആരംഭിക്കും. ജാഥ മെയ് 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജാഥ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള സമരജാഥയായി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിൽ ഭൂമി കയ്യേറ്റം, വിലക്കയറ്റം എന്നിവയ്ക്കെതിരെയുള്ള യുവപ്രതിരോധമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1-ാം തീയതി ആരംഭിച്ച് 25-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധത്തോടുകൂടി തിരുവനന്തപുരത്ത് മാർച്ച് സമാപിക്കും. 1-ാം തീയതി കാസർഗോഡ് ബദിയടുക്കയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ബദിയടുക്കയിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ജാഥ ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ അമരീന്ദർ സിംഗ് രാജ ബ്രാർ, അദ്ദേഹം പഞ്ചാബിൽ നിന്നുമുള്ള MLA ആണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായി കഴിഞ്ഞ 2 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യും. ബഹുമാനപ്പെട്ട ഒരുപിടി നേതാക്കന്മാർ, ദേശീയ സംസ്ഥാന നേതാക്കന്മാർ, KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ അടക്കം, AICCയുടെ ചുമതലയുള്ള ശ്രീ മുകുൾ വാസ്നിക്കടക്കമുള്ള ദേശീയ നേതാക്കന്മാർ ഒക്കെ ആ ഉദ്ഘാടന സമ്മേളനത്തിനുണ്ടാകും. ജാഥയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സ്വീകരണം ഒരുക്കിയാണ് ജാഥ മുൻപോട്ട് പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ്, സാജിദ് മൗവൽ, ശ്രീജിത്ത് മാടക്കൽ, മനാഫ് നുള്ളിപ്പാടി, ഉണ്ണികൃഷ്ണൻ പോനാച്ചി, ഉസ്മാൻ അണങ്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. തായലങ്ങാടിയുടെ പ്രീമിയർ ലീഗ് സീസൺ 2 സമാപനമായി. ഇതോടനുബന്ധിച്ച് തായലങ്ങാടിയിൽ നടന്ന സൗഹൃദ കൂട്ടായ്മയിൽ വെച്ച് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. കാസർഗോഡ് CI അബ്ദുൾ റഹീം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന സൗഹൃദ കൂട്ടായ്മയിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും മുതിർന്ന കായിക താരങ്ങളെയും ആദരിച്ചു. കാസർഗോഡ് CI അബ്ദുൾ റഹീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന സൗഹൃദ കൂട്ടായ്മയിൽ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. 1989 രൂപം കൊണ്ട തായലങ്ങാടിയുടെ പരിശീലന കളരിയിലൂടെ വളർന്നുവന്ന നിരവധി പ്രതിഭകൾ പ്രാദേശിക ദേശീയ ടീമുകളിൽ ഇടം നേടിയിട്ടുണ്ട്. തായലങ്ങാടി സൗഹൃദ കൂട്ടായ്മ ദുബായിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ പങ്കെടുത്ത 6 ടീമുകളാണ് ശനി ഞായർ ദിവസങ്ങളിൽ നടന്ന പ്രീമിയർ ലീഗ് സീസൺ 2 ഏറ്റുമുട്ടിയത്. ഫൈനലിൽ ടൈഗേഴ്സും സ്ട്രൈക്കേഴ്സും ഏറ്റുമുട്ടി. സ്ട്രൈക്കേഴ്സ് ചാമ്പ്യന്മാരായി. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി നേടിയ ത്രസിപ്പിക്കുന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കാസർഗോഡ് നഗരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കശ്മീർ വിസ്മയത്തിൽ ചെറുവത്തൂർ. മർച്ചന്റ് അസോസിയേഷന്റെ ചെറുവത്തൂർ ഫെസ്റ്റിലെ മുഖ്യ ആകർഷണമാവുകയാണ് പ്രദർശന നഗരിയിലെ കാശ്മീർ താഴ്വര. ഫെസ്റ്റിന്റെ പ്രവേശന കവാടത്തിലൂടെ കടന്നു ചെന്നാൽ കാശ്മീർ താഴ്വരയിലെത്തിയതാണെന്ന് തോന്നിപ്പോകും. പൂർണ്ണമായും ശീതീകരിച്ച് മഞ്ഞുപാളികളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത് സജ്ജീകരിച്ചത്. ചെടികളും പൂക്കളും ഇതിൻ്റെ താഴ്വരയിലുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് കൃത്രിമ കാശ്മീർ താഴ്വര ഫെസ്റ്റിൽ ഒരുക്കുന്നത്. 50 ടൺ എയർ കണ്ടീഷണർ ഉപയോഗിച്ചാണ് മനോഹരമായി ഇത് തയ്യാറാക്കിയത്. ഏറെ പുതുമ നിറഞ്ഞ രീതിയിലുള്ള വിമാനത്തിൻ്റെ മാതൃകയിലുള്ള പ്രവേശന കവാടം ഏവരെയും ആകർഷിക്കും. കൊളംബസ്, ഡ്രാഗൺ ട്രെയിൻ, ജെയിൻ വീൽ, ക്രോസ് വീൽ, റൗണ്ട് വീൽ ട്രെയിൻ, കുട്ടികൾക്ക് ഉല്ലസിക്കാൻ ബ്രേക്ക് ഡാൻസ് വീൽ തുടങ്ങിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും ഇതിനകത്തുണ്ട്. ഏവരെയും വിസ്മയിപ്പിക്കുന്ന ഡോഗ് ഷോ, ഇന്ത്യയിലും വിദേശത്തുമായി കണ്ടുവരുന്ന അപൂർവ ഇനം സസ്യങ്ങളുടെയും ചെടികളുടെയും പ്രദർശനവും വിൽപ്പനയും, വൈവിധ്യമാർന്ന വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് എന്നിവയെല്ലാം ഫെസ്റ്റിലെ മുഖ്യ ആകർഷകമാണ്. കേരള സംസ്ഥാന കോട്ടയാസ് അലിയാസ് കോട്ടേഗാസ് സേവാ സംഘത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു. മീപ്പുഗിരി പഞ്ചുർലി കല്ലുരുട്ടി തറവാട്ട് പരിസരത്താണ് യോഗം സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന കോട്ടയാർസ് അലിയാസ് കോട്ടേഗാർ സേവാ കേന്ദ്രത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗമാണ് സംഘടിപ്പിച്ചത്. മീപ്പുഗുരി പഞ്ചുർലി കല്ലൂട്ടി തറവാട് വീട്ടിൽ നടന്ന യോഗത്തിൽ B. പുരുഷോത്തമ അധ്യക്ഷത വഹിച്ചു. ಹಿಂದೆ ಕಾಸರಗೋಡು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಒಂದು ಭಾಗ ಆದ ಕಾರಣ ಹೊಸದುರ್ಗ ಮತ್ತು ನಮ್ಮ ಕಾಸರಗೋಡು ಇವತ್ತು ಮಂಜೇಶ್ವರ ಉಂಟು. ಇಲ್ಲಿ ಸಾಮಾನ್ಯವಾಗಿ ನಮ್ಮ ಸಮಾಜದವರು ಇದ್ದಾರೆ. ಹಾಗಿರುವಾಗ ನಮ್ಮ ಜಾತಿಯವರನ್ನು ನಾವು ಶಾಲೆಗೆ ಸೇರಿಸುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ಇಷ್ಟೆಲ್ಲ ಸಮಸ್ಯೆಗಳು ಬರಲಿಕ್ಕೆ ಕಾರಣ, ಇವತ್ತು ಮೀಟಿಂಗ್ ಕರೀಲಿಕ್ಕೆ ಕಾರಣ ಇದುವೇ. പരിപാടിയിൽ വിശ്വനാഥ മാസ്റ്റർ, ദിവാകര മീപ്പുഗുരി, പാണ്ഡുരംഗ സിരിബാഗിലു, സുധാകര കുഡ്ലു, സീതാരാമ, കിരൺ പ്രസാദ്, ഹരിചന്ദ്ര തുടങ്ങിയവർ സംബന്ധിച്ചു.
നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിൽ യാത്രിക എന്ന പേരിൽ വനിതകൾക്ക് ഇരുചക്ര വാഹന വായ്പാ പദ്ധതി. വനിതകൾക്കിനി കൂടുതൽ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന സന്ദേശവുമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വാഹന വായ്പാ വിതരണോദ്ഘാടനം നടത്തി. നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് 2 വീലർ വാഹന വായ്പയുടെ വിതരണോദ്ഘാടനം പേരോൽ ബ്രാഞ്ച് പരിസരത്ത് നടന്നു. കാസർഗോഡ് സഹകരണ സംഘം രജിസ്ട്രാർ VB കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ മേഖല സുശക്തമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ കറൻസി ക്ഷാമത്തിൻ്റെ പേരിൽ മാത്രമാണ് അല്പം നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. അതും ഈ അടുത്ത കാലങ്ങളിൽ അതും പരിഹരിക്കാനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതോടനുബന്ധിച്ചാണ് സഹകരണ മേഖലയിലെ സഹകരണ ബാങ്കുകളുടെ ഈ കോർ ബാങ്കിങ്ങുമായ വിഷയവും അതുപോലുള്ള നൂതന ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അതിനൊക്കെ മറികടക്കുവാനുള്ള സാഹചര്യം നമ്മുടെ മേഖലയിൽ പുരോഗമിച്ച് വരികയാണ്. M രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി. എറവാട്ട് മോഹനൻ, P ഭാർഗവി, മാമുനു വിജയൻ, KP രവീന്ദ്രൻ, P രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. P രാധാകൃഷ്ണൻ നായർ സ്വാഗതവും P കുഞ്ഞുമൊയ്തീൻകുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. മംഗൽപാടി ചെറുഗോളി സോമനാഥ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ കലശോത്സവം ഏപ്രിൽ 19 മുതൽ 24 വരെ നടക്കും. ക്ഷേത്രതന്ത്രി പാബഞ്ചെ വാഗീശ ശാസ്ത്രികളുടെ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മംഗൽപാടി ചെറുഗോളി ശ്രീ സോമനാഥ ക്ഷേത്രത്തിലാണ് പുനഃപ്രതിഷ്ഠാ കലശോത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ 19 മുതൽ 24 വരെയാണ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രതന്ത്രി പാവഞ്ചെ വാഗീശ ശാസ്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. കലശോത്സവത്തിന്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണവും കലാപരിപാടികളും നടക്കുമെന്ന് കലശസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ തിങ്കള 19ರಿಂದ 24 ಶ್ರೀ ದೇವಸ್ಥಾನದ ಆವರಣ ನಡೆಯುತ್ತಿದೆ. ಸುಮಾರು 600 ವರ್ಷಗಳ ಹಿಂದೆ ಉಪ್ಪಳ ಸಮೀಪದ ಬೇಕೂರಿನಲ್ಲಿ ಉಬರಳೆ ಕುಟುಂಬದ ಬ್ರಾಹ್ಮಣರು ಬಂದು ನೆಲೆಸಿ ಕೃಷಿ ಪ್ರಧಾನವಾದ ಜೀವನ ನಡೆಸುತ್ತಿದ್ದರು. ವಂಶವು ಬೆಳೆದಂತೆ ಈ ಉಬರಳೆ ಕುಟುಂಬದ ಕೆಲವರು ತಮ್ಮ ಆರಾಧ್ಯ ದೇವರಾದ ಐಲಾಕ್ಷಿ ದುರ್ಗಾ ಪರಮೇಶ್ವರಿ ದೇವಿಯಲ್ಲಿ ತಮ್ಮ ಜೀವನ ನಡೆಸಲು ಇನ್ನೂ ಹೆಚ್ಚಿನ ಸ್ಥಳವನ್ನು ಒದಗಿಸುವಂತೆ ಬೇಡಿಕೊಂಡರು. മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ദിനേശ് ചെറുകോടി, ഡോക്ടർ പിണ്ടുകല രമേശ് റാവു, ജയശർമിക, ദാമോദര തുടങ്ങിയവർ സംബന്ധിച്ചു. ജലനിധി പദ്ധതിയുടെ ഭാഗമായി കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ചേമ്പേന കുടിവെള്ള വിതരണ പദ്ധതി പൂർത്തിയായി. ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. ജലനിധി പദ്ധതിയുടെ 3ാം ബാച്ചിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് A. വിധുബാല ചേമ്പേന കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജലനിധിയുടെ 3ാം ബാച്ചിൽ ഉൾപ്പെടുത്തി ചേമ്പേന ശുദ്ധജല വിതരണ സമിതിയുടെ നേതൃത്വത്തിലാണ് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത്. പഞ്ചായത്ത് വാർഡംഗം CV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് കമ്മീഷണർ ആശാ ചെല്ലപ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. ബാലകൃഷ്ണൻ താക്കോൽദാനം നിർവഹിച്ചു. ചേമ്പേന ശുദ്ധജല വിതരണ സമിതി പ്രസിഡന്റ് KP ഭാസ്കരൻ താക്കോൽ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. ബാലകൃഷ്ണൻ താക്കോൽദാനം നിർവഹിച്ചു. ചേമ്പേന ശുദ്ധജല വിതരണ സമിതി പ്രസിഡന്റ് KP ഭാസ്കരൻ താക്കോൽ ഏറ്റുവാങ്ങി. കൺസ്യൂമർ കാർഡ് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈജമ ബെന്നിയിൽ നിന്ന് ശുദ്ധജല വിതരണ സമിതി ട്രഷറർ C. ശോഭന ഏറ്റുവാങ്ങി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാ വിജയൻ, K. കുഞ്ഞുമാണി, ബാബു ചേമ്പേന, K. ഭാസ്കരൻ, CV ഗോപകുമാർ, K. കാർത്തിയായനി, KV ചിത്രലേഖ എന്നിവർ സംസാരിച്ചു. ചേമ്പേന ശുദ്ധജല വിതരണ സമിതി സെക്രട്ടറി M. ജനാർദ്ദനൻ സ്വാഗതവും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൂപ്പർവൈസർ ഉമ്മർ ഫാറൂഖ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ അടച്ചുപൂട്ടി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഫാർമസി. നഗരത്തിലെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളും അടയ്ക്കുന്നതോടെ രാത്രികാലത്ത് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് ദുരിതം. കാസർഗോഡിനെ കലാപഭൂമിയാക്കരുത് എന്ന സന്ദേശമുയർത്തി ഡിവൈഎഫ്ഐയുടെ യുവജന പരേഡ്. മധൂർ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പരേഡ് തളങ്കര മാലിക് ദിനാറിൽ സമാപിച്ചു. വർഗീയതയ്ക്കെതിരെ അതിശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ. അന്തരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ സ്മരണയ്ക്കായി മാധ്യമ അവാർഡ് ഏർപ്പെടുത്തുന്നു. മികച്ച ന്യൂസ് സ്റ്റോറിക്കും പരിസ്ഥിതി ഫീച്ചറിനുമുള്ള അവാർഡിനായുള്ള എൻട്രികൾ ക്ഷണിച്ചു തുടങ്ങി. ഇന്റർസിറ്റിക്കും ഏറനാടിനുമിടയിൽ പുതിയ വണ്ടി അനുവദിക്കണമെന്ന് കാസർഗോഡ് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. പാലക്കാട് DRMന് നൽകിയ നിവേദനത്തിലാണ് അസോസിയേഷന്റെ ഈ ആവശ്യം.
വർഗീയതയ്ക്കെതിരെ നാടുണർത്തുക, ഭരണതകർച്ചയ്ക്കെതിരെ മനസ്സുണർത്തുക എന്ന മുദ്രാവാക്യവുമായി ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യൂത്ത് മാർച്ചിന് മെയ് 1 തുടക്കമാകും. ജാഥയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.